ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. 4 നേരത്തെ ശാപ്പാടും കിടക്കാൻ ഒരു മുറിയുണ്ട്. ഈ വെള്ളക്കുഴി വന്ന് കിടന്ന് കൊതുകടി കൊള്ളാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും സൗകര്യമുള്ള ഇയാൾ എന്തിനാ ഈ പേക്കൂത്തിന് ഇറങ്ങിയത്? എന്നടാ ഇവരൊക്കെ ആരാ? പറഞ്ഞുതരാ. ദേ ഇളക്കി വെച്ചിരിക്കുന്ന നടരാജ ബോർഡും എടുത്ത് നടന്ന് എങ്ങോട്ടെങ്കിലും നടന്ന് മറിഞ്ഞോ നാശം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. തന്റെ ഈ മയിലും കുയിലും ഡാൻസ് കണ്ട് നാട്ടുകാർ മുഴുവൻ മടുത്ത് ഞങ്ങൾ പുതിയ ട്രൂപ്പിനെ ഇറക്കിയിരിക്കുക. നോക്ക്, വേഗം വിട്. എന്നാ ശൗരി കേൾക്കുന്നേ? വായനശാല നാടകക്കാർക്ക് റിഹേഴ്സൽ ക്യാമ്പായിട്ട് കൊടുത്തു. അപ്പൊ എന്നെ നിർത്താലയമോ? അത് തൽക്കാലം പൂട്ടി. ഇനി തുടരണോ വേണ്ടോ എന്നുള്ളത് ഇവര് പോയതിനു ശേഷം കമ്മിറ്റി കൂടി തീരുമാനിക്കില്ലയോ? അയ്യോ, അപ്പൊ ഞാനങ്ങോട്ട് പോവും. എങ്ങോട്ടെങ്കിലും പൊക്കോ, ഭൂമി നീണ്ടു വരന്ന് കിടക്കില്ലയോ? നാളെ കാണപ്പോ ഞാനും കൂടെ കൂടിക്കളാം ശൗരി. അയ്യടാ, ബാല ഞാൻ വിട്ടു. അത് വളരെ നന്നായി. തനിക്ക് അറിയാൻ മേലാത്ത ഏക പണി അതാ ഇല്ലയോ? എനിക്കിപ്പോ ബാല തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. എന്തേലും ചെയ്തോണ്ടിരുന്നാ മതിയെങ്കിൽ ഞാൻ ഒരു പണി തരാം. ഇല്ലയോ? എടോ വൈദ്യരെ, താൻ പോയി അവർക്ക് ചാപ്പടൊക്കെ കൊണ്ട്. തന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വൈദ്യരെ കണിയാരൊന്നും വിളിക്കരുതെന്ന്. തന്നെ പിന്നെ വൈദ്യരെയൊന്നും കണിയാരെയൊന്നും കാട്ടുമാക്കാനെന്ന് വിളിക്കട്ടോ. ഈ ശോധരൻ MD മഠത്തിൽ ദാമോദരൻ വൈദ്യരുടെ മകൻ യശോധരൻ. നാട്ടുകാരങ്ങനൊന്നും അല്ല പറയുന്നത്. എങ്ങനെ പറയുന്നു? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. റിഹേഴ്സൽ തുടങ്ങിയാട്ടെ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാൻ? ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ സൗകര്യം വെച്ച് തുടങ്ങാമെങ്കിൽ തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ 9:30 കൂട്ടിന് സ്ഥലം വിട്ടാട്ടെ. കൂട്ടിന്റെ ഒരാളുണ്ടല്ലോ ഇല്ലയോ? ഇപ്പോഴത്തെ ശാന്തിക്കാരൻ ശരിയല്ല. ദേവിയെ അകത്തിട്ട് നടയടച്ച് തിരിച്ചു പോകുമ്പോ ഒരു തിരിയാലും കത്തിച്ചു വെക്കരുതോ കാവലിന്? ദേവിക്കോട്ട് പരാതിയില്ല. ഞാൻ അങ്ങോട്ട് പോവാ. ആട്ടെ, പഠിപ്പിനെ അടച്ചേക്കും മോളെ. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? നമുക്ക് സമനില തെറ്റി തുടങ്ങി വെച്ചാ. നിന്റെ പ്രായത്തിൽ നിനക്കൊരു ബുദ്ധിമുട്ടായി തോന്നാ മോളെ. ഈ വീട് പോലെ പഴയതാ എന്റെ മനസ്സും. ഭിത്തിയിലെ പൂശലിത്തിരി മങ്ങിയിട്ടുണ്ടെന്നല്ലാതെ മച്ചിൽ ചെതല് കയറിയിട്ടില്ല. പഴയതൊക്കെ ഓർത്തൊന്ന് ഉറങ്ങാൻ വേണ്ടിയെങ്കിലും ചടങ്ങുകളൊന്നും നിർത്തണ്ട. അമ്മ മഹാറാണിയായിട്ടാണല്ലോ. ഉറക്കപ്പായെന്ന് എഴുന്നേറ്റപടിയാണല്ലോ. എഴുന്നേറ്റ പടിയല്ല, എഴുന്നേപ്പിച്ച് വിട്ടതാ പാപ്പി മാപ്പിള. ഇവിടെ തന്നെ കാല് മുഖം കഴുകണം. തനിക്ക് എന്നാ ഇത്ര നിർബന്ധം? നിർബന്ധമൊന്നുമല്ല കുഞ്ഞമ്മേ, പൂതിയാ. ഈ വെള്ളം കോരി മുഖത്ത് വെച്ചാൽ രാമായണവും ഭാഗവതവും ഒന്നും വായിക്കാതെ ഒരു കൈമളങ്ങാനും വായിപ്പോയാലോ? നേടെ ഒന്നൊരു കല്യാണം ഉറപ്പിക്കാമല്ലോ. അയ്യടാ, എവിടെ ഇച്ചിരി ഷോപ്പിംഗ് തന്നെ? എന്റെ സോപ്പൊന്നുമില്ല, താളിയുള്ളൂ. താളി എങ്കിൽ താളി. അയ്യേ, വട്ടാ പനിക്ക്. ഇനിയിപ്പോ 4 ദിവസത്തേക്ക് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മേടയിൽ ആദ്യത്തെ കാണുമല്ലോ മോന്തയ്ക്ക്. പാറു കുഞ്ഞേ, ഓ, പുള്ളിക്കാരൻ എന്ന് വരും? മുറത്തെറുക്കൻ ഭാനുവിക്രമ കൈമൾ. എനിക്കെങ്ങനെ അറിയാം? എഴുത്തുകൂത്തൊന്നും ഇല്ലയോ? താനൊന്ന് പോകുന്നുണ്ടോ ശൗരി? ഞാൻ പോവാ. എങ്ങോട്ടാ കാലത്ത്? ഷാപ്പിലോട്ടാന്നോ? പിന്നല്ലാതെ അടിച്ചങ് വാറാ. ഈ കള്ളു കുടിച്ചിട്ട് താൻ ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം ഉറക്ക പാടും. അത് കേൾക്കാൻ രസം. ഓ, അങ്ങനെ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പാടുന്നേ. പിന്നെ മാറിയെന്ന് രസിക്കുന്നവര് പിടിയെടുത്ത് എന്നേലും തന്ന ഷാപ്പിലെ പറ്റു കുറെ. ചെട്ടിയിലോട്ട് എന്നിരുന്ന് പാട്, വല്ലവരും വല്ല എറിഞ്ഞു തരും. അങ്ങോട്ട് തന്നെ പോകുന്നേ. ഭാനുവിക്രമന്റെ വിവരം അറിയിക്കണേ. കമ്പി അടിക്കാം ഷാപ്പിലോട്ട്. ഷാപ്പിലോട്ടാണെ മണിയോടെ വെച്ചാ മതി, വെക്കം കിട്ടും. ഓ, ஞானப்பழத்தை பிழிந்து നിർത്തടോ, കുറെ നേരമായല്ലോ ഈ ഞാനപ്പഴത്തെ പിഴിന്ന്. പിഴിയാൻ അത്രയ്ക്ക് കൊതിയാണ് 5 നാരങ്ങ മേടിച്ചു തരാം. പിഴി. എന്തിനു നാരങ്ങ? ഡാൻസ് സ്കൂളിൽ പിള്ളേരില്ലേ, കാശിന് വേണ്ടി ശരിക്ക് പിഴിയുന്നുണ്ടല്ലോ. സറകുട്ടിയെ ഒന്ന് നിൽക്കേ, കണ്ടോട്ടെ. അങ്ങനെ ഇപ്പൊ കാണണ്ട. ചേട്ടൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നിർത്തടോ, ചന്തേന്ന് മേടിച്ച സാധനം എന്തുവാന്ന് കാണാനാ. എന്നത്തിനാ ഇപ്പൊ അത്? അതെ, രാവിലെ വന്നതാ. വള്ളം ഇവിടെ കിടപ്പുണ്ട്. ശൗരി മാപ്പിളെ കാണാനില്ല. ആ കൂടയിലുണ്ടോന്ന് അറിയാനാ. എന്നിട്ട് വേണം ആളെ വിട്ട് തോട്ടി തപ്പാൻ. എന്നാ സമയം കളയണ്ട, ഇറങ്ങി തപ്പിക്കോ. 3 പേർക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. പാപ്പിച്ചേട്ടനോട് ഞാൻ പറഞ്ഞെന്ന് പറയണം. ശൗരിയുടെ പോക്ക് ശരിയല്ല. കുപ്പിയിലും കുടത്തിലും തുടങ്ങി ഇപ്പൊ അവരെ ഒരു ഷാപ്പാ. നശിച്ചു. അളിയനോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തോമാച്ചിയെ കണ്ടു.
ഷാപ്പിൽ നല്ല മൂത്ത സാധനം വന്നിട്ടുണ്ടെന്ന് നമുക്ക് പോട്ടെ. വാ ഷാപ്പിലോട്ടല്ല അങ്ങോട്ട്. എങ്ങോട്ട്? ആ താനപ്പെത്തിടോ. പാതിര കഴിഞ്ഞു, ഉറങ്ങിപ്പോയി. ബഷീറേ, ഈ നാട്ടിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആര് പരാതി പറഞ്ഞെന്നാ? ഇയാൾക്കിതൊന്നും പോരെന്നാ വെറുപ്പ്. പോരാത്തവന്മാര് പോട്ടെ, നമുക്ക് നാടൻ നടന്നാ പോരെ. ആ വാ, ഒരു കട്ടനടിക്കാം. ആ, വട വൈദ്യരെ. വൈദ്യരെ വൈദ്യരെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോക്ടറെ വിളിച്ചാല് എന്നാ നീ വരണ്ട. ഞാൻ വരാം. വേണ്ട, ഞാനോ? ഒട്ടും വേണ്ട. ആഹാ. വൈദ്യരായിട്ട് വരാൻ മാഷേ, വന്നാ മതി. ഇനി വന്നേ. ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ஞானப்பழத்தை பிழிந்து ഒരുപാട് കളിച്ചാണോ ഈ നാടകം? ഈ നാടകം കളിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മറ്റു പല നാടകങ്ങളും കളിച്ച് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടാരെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക നാട് ഭരിക്കുന്നവര്. തെളിച്ചു പറ ബഷീറേ. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. 1947 ആഗസ്റ്റ് 15-ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചു പിടിച്ച് ഭരിക്കാൻ വേണ്ടി നാടിനെ രണ്ടാക്കി നേതാക്കന്മാര്. നേതാക്കന്മാരെ എന്തിനാ കുറ്റം പറയുന്നത്? മുസ്ലിങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടല്ലേ? മുസ്ലിങ്ങളോ? ഞാനൊരു മുസൽമാനാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു മുസൽമാൻ. എന്നെ പോലെ എത്രയോ ആയിരങ്ങളുണ്ട് ഈ നാട്ടിൽ. അവിടെയും ഇവിടെയും അള്ളാഹു ഒന്ന് തന്നെയാണ്. എന്തിനു പിന്നെ നമ്മുടെ നാടിനെ വെട്ടിമുറിച്ചു? അവിടെ തുടങ്ങി ശൗരി ആഴ്ത്ത തെറ്റ്. ഒരു യേശുദേവന്റെ പേരില് എത്ര സഭകള്, പള്ളിക്കമ്മിറ്റികൾ നമ്മുടെ നാട്ടിൽ. ഓരോ ദേവസ്വങ്ങൾക്കായി നാട് പങ്കിട്ട് കൊടുത്താൽ നശിച്ച് നാനാവിധമാവില്ലേ നമ്മുടെ നാട്? ദൈവങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മൾ തന്നെ. നമ്മളെന്ന് വെച്ചാ നമ്മൾ വോട്ട് ചെയ്ത് നിരത്തിയിട്ടിരിക്കുന്ന ഭരണക്കസേരകളിൽ കയറിയിരുന്ന് കുറെ കള്ളപ്പണക്കാർക്ക് വേണ്ടി നമ്മളെ ഭരിച്ചു രസിക്കുന്ന രാഷ്ട്രീയക്കാര്. താനീ പറയുന്നതും ഭരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമല്ലേ? സമ്മതിച്ചു, നന്നായി ഭരിക്കാൻ വേണ്ടി. നാടിന്റെ സ്വാതന്ത്ര്യവും നാട്ടുകാരുടെ സ്വാതന്ത്ര്യവും രണ്ടും രണ്ടല്ല. നാട്ടുകാർക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് എന്റെ വിവരക്കേട. നമ്മുടെ ഈ ആയിരപ്പുറ പാടശേഖരത്തിന്റെ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ 2ാം കൃഷി വരെ ഒന്നിച്ച് കൃഷി ചെയ്തിരുന്നാണേ. മേടയിലെ പാടമാണേലും ചെലവ് കഴിഞ്ഞ ആദായം എല്ലാവർക്കും ന്യായമായിട്ട് വിധിച്ചു വന്നിരുന്നു കൈമളദ്ദേഹം, ഇല്ലയോ? എന്നാ ഈ വക്കീലിങ്ങോട്ട് കെട്ടിയെടുത്തത് ഞാനൻ. ആയാൾക്ക് എന്നാ കൃഷി എറിഞ്ഞിട്ടാ? പട്ടണത്തിൽ കേസില്ല വക്കീലായപ്പം കോട്ട് മടക്കി പെട്ടി വെച്ച് കതറൂട്ടുണ്ട് ഇങ്ങോട്ട് പോന്നു. നാട്ടുകാരെ സ്വാതന്ത്ര്യം പുഴുങ്ങി ഊട്ടാൻ നിറച്ചുണ്ട എല്ലാരും. കൈമളദ്ദേഹത്തിന് ജന്മി എന്ന് പേരുവിട്ട് കോടതിയിൽ കയറ്റി പാട്ടക്കാരന്റെ നിയമം വളച്ചൊടിച്ചു. കുറെ പേർക്ക് കുറെ കഷണം കിട്ടി. വേലാതിനൊരു കഷ്ണം, കുഞ്ഞുകുഞ്ഞനൊരു കഷ്ണം, ചോദിക്കും കാളിക്കും അപ്പുറം മാറി വേറെ കുറെ കഷ്ണം. ചെലവിന്റെ പേരും പറഞ്ഞ് വക്കീൽ ഫീസിന് പുറമെ വിളവെല്ലാം പലിശയായിട്ട് അവന്മാരം എടുക്കുവാന്നേ ചേറുവരെ തിന്നാൻ പറ്റുമോ? പാടം തുണ്ടുണ്ടാക്കി കൃഷി നശിക്കുക. ഈ കണക്കിന് പോയാൽ 4-5 കൃഷി കൂടി കഴിയുമ്പം കഷണം കിട്ടിയവരെല്ലാം മുദ്രപത്രം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. ഉണ്ണാൻ നെല്ലിന് 4 നീള് ഇറങ്ങി വയറ്റ തളിച്ച് പാടേണ്ടിയും വരും. ഇപ്പൊ എന്നാ ഒരു വഴി? 2 വഴിയുണ്ട്. ഒന്ന്, വക്കീലിൽ ഇതെല്ലാം കൂടെ പണയം വെച്ചിട്ട് അയാളുടെ കോട്ടിലെ മൂട്ടയായിട്ട് ചോര കുടിച്ച് ജീവിക്കുക. അതല്ലെങ്കിൽ പഴയതുപോലെ കൃഷി ചെയ്ത് എല്ലാവർക്കും കൂടെ സുഖമായിട്ട് ജീവിക്കുക. കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാർക്കുള്ളതാ. അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ടെന്ന് ചോദിച്ചു വാങ്ങിക്കണം. ശൗര്യ ഇതിന്റെ എല്ലാം പിന്നിൽ. ഇവൻ എന്നാത്തിനായി ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കുന്നേ? തോന്യാസയെ കാണിക്കൂന്ന് വെച്ചാ ഞാൻ എന്നാ ചെയ്യാ അമ്മാനെ? ഞാൻ പറഞ്ഞു പറയിപ്പിച്ചാന്നേ അയാള് പറയത്തുള്ളൂ. അത് നേരെ അമ്മാനെ. എന്റെ അളിയനല്ലയോ, ഇവള് കയറി ചെല്ലേണ്ട വീടല്ലയോ അത്? എന്നാ പറ്റിയച്ചാ? എന്നാ പറയാനാ കുഞ്ഞെ? ഇന്ന് അദ്ദേഹത്തിന്റെ പാട കമ്മിറ്റി ഉണ്ടായിരുന്നു, ശൗര്യ അദ്ദേഹത്തിന്റെ. അളിയൻ വക്കീലിന് ഒരുപാട് തെളിവ് പറഞ്ഞു എന്നാ കേട്ടെ. ഞാൻ അത്രയിടം പോയി വക്കീലിനെ കണ്ട് അവതാ പറയാം. വെറുതെ എന്തിനാ ആൾക്കാരെ മുഷിപ്പിക്കണേ? വരുന്നു വരുന്നു വരുന്നു. എന്നാടാ നിനക്കിവിടെ കാര്യം? എന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ? വീട്ടിൽ പോടാ. ചുമ്മാ ആളുകളില്ല. എന്നാ പാപ്പച്ചേട്ടാ പ്രശ്നം? താൻ ഏതാ? അപ്പ ഇത് ബഷീർ. ഓ, അപ്പൊ താനാ ഇതിന്റെയൊക്കെ ഇൻചാർജ്? പാപ്പിച്ചേട്ടാ, ഇത് വെറും നാടകവും ബാലയൊന്നുമല്ല. നമ്മുടെ സ്വാതന്ത്ര്യവും അവരുടെ നാടകവും കൂട്ടിക്കുഴച്ചുള്ള ഒരു മിശ്രിതം. കാക്കാരിശി പോലെ ഒരു ചവിട്ട് തിരുവായിര. നാവ് വായിലിട്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നോണം, അല്ലെ ചവിട്ട് നീ മേടിക്കും. നീ ആരാടാ വക്കീലിന് തെളിവ് പറയാൻ? ആര് തെളിവ് പറഞ്ഞു അപ്പനീ പറയുന്നേ? ചേട്ടാ, ഞങ്ങളവിടെ ഒരു മീറ്റിംഗ് കൂടിയതാ. ഈ കരയെ വെച്ച് തന്നെ വേണോ തന്റെ മീറ്റിംഗ്? അപ്പനെന്ന് പോകുന്നുണ്ടോ? കരയെല്ലാം പിന്നെ വെള്ളത്തിൽ വെച്ച് മീറ്റിംഗ് കൂടാ. നീ പോടാ. എടോ നേതാവേ, ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരാ. തോന്നിയാസം പറഞ്ഞോണ്ട് നടന്ന കരക്കാരളകും. ഓ, എന്നാ അടുത്ത് ഇളക്കാനാ? ഒന്ന് പോ. അപ്പം ചുമ്മാ നീ അങ്ങോട്ട് വാ. കൂത്തും കഴിഞ്ഞ്
വിളക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പൻ എങ്ങോട്ടാ? ഷാപ്പിലോട്ടാന്നോ? എനിക്ക് തോന്നിയെടുത്ത് പോടാ. നീ ആരടാ? പോക്കിരികള്. എന്നാ പിന്നെ പോട്ടെ. നാടാ നിറക്കട്ടെ.